ഇന്ന് പറയാൻ പോകുന്നത് ഫ്രൂട്ട്സാണ് കേട്ടോ. നമ്മുടെ പേരക്കായയാണ്. അപ്പോൾ പേരക്കായ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. നമുക്കപ്പോൾ എപ്പോഴും ഒരെണ്ണം വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഏറ്റവും എളുപ്പമാണ് പേരക്കായ പിടിപ്പിക്കാനായിട്ട്. ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. ഇപ്പോൾ ഇഷ്ടം പോലെ പേരക്കായ അടിയിൽ നിന്ന് തുടങ്ങി മുകളിൽ വരെ പേരക്കായ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ടോ, അടിയിൽ നിന്ന് തൊട്ട് മുകളിൽ വരെയുണ്ട്. അപ്പോൾ അതുവരെ മൂത്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ താഴെയായി ഉണ്ടായി നിൽക്കണ കാരണം കിളികളും അതുപോലെ പാറാടെയൊക്കെ വന്ന് കൊത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ കാണുന്നത് ഒരു ചെറിയ ചട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളങ്ങളും അതുപോലെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സ്ലറിയാണ് കേട്ടോ. പച്ചിലയും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്ക് ഇട്ട് വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാവധാനം വലിച്ചോളും. ഇതിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ടാണ് പോകുക. അപ്പോൾ നന്നായിട്ട് വളം വലിച്ചോളും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വളം ഒഴിക്കുകയും വേണ്ട കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പിന്നെ നമ്മളിതിൻ്റെ തുമ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ വളച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വളച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടിയിൽ നിന്ന് ബ്രാഞ്ചസൊക്കെ കൂടുതൽ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമ്മളതിലേക്ക് വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തുമ്പൊന്ന് വളച്ച് കൊടുക്കുക. അപ്പോൾ അധികം വലുപ്പത്തിൽ പോകത്തുമില്ല, നമുക്ക് ബ്രാഞ്ചൊക്കെ അടിയിൽ നിന്ന് വരികയും ചെയ്യും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മളിതിനെ ഒന്ന് കുത്തി ഇളക്കണം. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് മണ്ണിളക്കല്ലാണ്ട് കിടക്കും. ഇടയ്ക്ക് ഒന്ന് മണ്ണിളക്കി കൊടുക്കുമ്പോൾ വേഗം തന്നെ പേരമരം വലുതാവും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളിവിടെ കുത്തി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കപ്പലണ്ടി പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയ കാരണം നമുക്ക് ലിക്വിഡ് രൂപത്തിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഒന്ന് പൊടിച്ച് കുറച്ച് എല്ലുപൊടിയൊക്കെ കൂട്ടി നമുക്കതിൻ്റെ കടക്കയിലേക്ക് വിതറി കൊടുത്താൽ മതിയാകും കേട്ടോ. ലിക്വിഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഇതേ കുത്തി ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ചിങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ വിതറിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പും ഒക്കെ വന്ന് അത് തിന്നുപോവും. അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് പിന്നെ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. വളമൊക്കെ വലിച്ചോളും. പേരക്കായ നന്നായിട്ടുണ്ടാവും ചെയ്യും. ഈ വിഷമുള്ള പേരക്കായൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ പേരക്കായ നമുക്ക് ഉണ്ടായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാട്ടോ. ഇടയ്ക്ക് പേരക്കായൊക്കെ തിന്നുന്നത് വിശപ്പ് മാറാനൊക്കെ പേരക്കായ നല്ലതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ പേരക്കായൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് മണ്ണൊക്കെ അതേ ഇപ്പോൾ നന്നായി ഇട്ടു. ഇനി നമ്മൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് NPK ഇട്ട് കൊടുക്കാം കേട്ടോ. അതും നമ്മളിതുപോലെ കുറച്ച് വിതറി ഇട്ട് കൊടുത്താൽ മതി. വേനൽക്കാലമാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് പൊക്കോളും. പിന്നെ നമ്മുടെ വളം ഒഴിച്ച് വെച്ചാണിത് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അത് കുറച്ചേശ്ശെ ആയിട്ട് അത് വലിച്ചോളും. പിന്നത്തെ വളം നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്ക് ഇലകളുമൊക്കെ തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇലകൾക്കൊക്കെ നല്ല അതുമേലുള്ള പ്രാണികളൊക്കെ പൊക്കോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലൊക്കെ അടിച്ചു കൊടുക്കുക. കടയ്ക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം കേട്ടോ. അപ്പോൾ നമ്മൾ മാസത്തിലൊക്കെ ഓരോ പ്രാവശ്യം ഇതുപോലെ മാറി ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ലതുമാണ്. നമുക്ക് ഇഷ്ടം പോലെ പേരക്കായ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിത് പിന്നെ ലെയർ ചെയ്യാം കേട്ടോ. അതും എളുപ്പമാണ്. ഇതിൻ്റെ പേര പിടിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പതുക്കെ ചെത്തി കളയുക. തൊലി കളഞ്ഞിട്ട് വേണം നമ്മളത് വെച്ച് കെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ തൊലി കളയുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മുടെ കമ്പോസ്റ്റാണ് എടുക്കുന്നത്. ചകിരി കമ്പോസ്റ്റ് അത് ഒരു കവറിലെടുത്തിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കും വേരൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കെട്ടി നമുക്ക് വേറെ പേരത്തൈ ഇതുമെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേറെ പേരത്തൈ ഇതുപോലെ വെച്ച് കെട്ടിയാൽ ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പേരക്കായ, കുട്ടികൾക്കൊക്കെ പേരക്കായ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. വിറ്റാമിനൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ പേരക്കായ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാതെ വീടുകളിൽ തന്നെ വെച്ചുണ്ടാക്കാൻ നോക്കുക. അതുപോലെ ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്യാം.
പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ.